بسم الله الرحمن الرحيم ودخل جنته وهو ظالم لنفسه قال ما أظن أن تبيد هذه أبدا وما أظن الساعة قائمة ولئن رددت إلى ربي لأجدن خيرا منها منقلبا قال له صاحبه وهو يحاذره أكفرت بالذي خلقك من تراب ثم من نطفة ثم سواك رجلا لكن هو الله ربي ولا أشرك بربي أحدا صدق الله مولانا العظيم. الله سبحانه وتعالى നമ്മുടെ ഇബാദത്തുകളെ സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അനുകൂലമായി സാക്ഷി പറയുന്ന വിശ്വാസികളെ നമ്മളെയും കുടുംബത്തെയും ബന്ധങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ കഹ്ഫിലെ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞു വെച്ചിരുന്നത് ആ മനുഷ്യൻ രണ്ട് സഹോദരങ്ങൾ സുഹൃത്തുക്കൾ തമ്മിലുണ്ടായിരുന്ന സംഭാഷണമാണ്. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു? തന്റെ കൂട്ടുകാരന്റെ കൈ പിടിച്ചിട്ട് തന്റെ തോട്ടം കാണിക്കാൻ വേണ്ടി പോകാൻ തോട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. സുഹൃത്തെ, ഇപ്പൊ ആകാശത്തുള്ള ദൈവത്തല്ല ആരാധിക്കുന്നത്, ഞാൻ ഈ വിഗ്രഹത്തെ മാത്രം ആരാധിക്കുന്നവരാണ്. നമുക്കൊന്ന് കമ്പയർ ചെയ്തിട്ട് സ്റ്റഡി നടത്തിയാലോ ഒരു പരീക്ഷ നടത്തിയാലോ ഇമാം ഖുർത്തുബി ഞങ്ങൾ പറയുന്നുണ്ട്, അന്റെ റബ്ബാണോ അല്ല ഞാൻ ആരാധിക്കുന്നതാണോ ശരിയെന്ന് നോക്കാൻ വേണ്ടി നമുക്കൊരു പരീക്ഷ നടത്തി നോക്കിയാലോ. നമുക്ക് പോയിട്ടൊന്ന് ചൂണ്ടലിട്ട് നോക്കാം, മീൻ പിടിക്കാൻ വേണ്ടി കുട്ടികൾക്ക് ചൂണ്ടലിട്ട് നോക്കാം. എന്നിട്ട് ഞാൻ എന്റെ റബ്ബിന്റെ ഞാൻ ആരാധിക്കുന്ന ആളെ പേര് പറഞ്ഞിട്ട് ഞാൻ ചൂണ്ടലിടും, നീ ആരാധിക്കുന്ന റബ്ബിന്റെ പേര് പറഞ്ഞിട്ട് എനിക്ക് ചൂണ്ടലിട്ട്, എന്നിട്ട് ആരുടെ ചൂണ്ടയിലാണ് ധാരാളം മീൻ കൊത്തുന്നത്, ആർക്കാ മീൻ കിട്ടുന്നത് നോക്കാം, അവര് ഏറ്റവും ഉഷാറാണെന്ന് മനസ്സിലാക്കാം എന്ന് പറഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഈ ദുനിയാവൊക്കെ നിസ്സാര, അതുകൊണ്ട് വിശ്വസിച്ച ആളുകൾക്ക് ഇവിടെ കുറെ ഉപകാരം കിട്ടിയെന്ന് കരുതിയിട്ട് അത് എന്റെ വിശ്വാസം കൊണ്ടാണെന്ന് ആരും ധരിച്ചു പോകരുത്. എനിക്കൊന്നും പ്രയാസമാണ്, എന്റെ വിശ്വാസക്കുറവ് കൊണ്ടാണെന്ന് ഒരാളും ധരിച്ചു പോകരുത്. ഇവിടെ ധാരാളം നന്മകൾ കിട്ടുക എന്ന് പറഞ്ഞതും ഇവിടെ ശിക്ഷകൾ കിട്ടുക എന്ന് പറഞ്ഞതും ഒരിക്കലും വിശ്വാസത്തിന് നിദാനമല്ല. അതുകൊണ്ട് അത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാനില്ല എന്ന് പറഞ്ഞപ്പോ അവസാനം എന്നെ കൈ പിടിച്ച് കൊണ്ടുപോയി നിർബന്ധിച്ചു കൊണ്ടുപോയി ചൂണ്ടലിട്ട് നിർബന്ധിച്ചിട്ട് ചൂണ്ടിടാൻ കൊണ്ടുപോയി എന്ന് ഖുർത്തുബി പറയുന്നുണ്ട്. അങ്ങനെ ഇയാൾ നോക്കുമ്പോ ഈ കാഫിറായ മനുഷ്യൻ പറയുന്നു മീനെടുക്കുന്നു, ഈ മുഅ്മിനായ മനുഷ്യന് മീനൊന്നും കിട്ടുന്നില്ല. ഇത് കണ്ടപ്പോ അയാൾ പറഞ്ഞിട്ടില്ലേ, അനക്ക് എന്റെ റബ്ബേ എന്നെ തന്നെ വേണ്ട, പിന്നെ ചെന്താ എന്നെ വല്ല മീൻ വെക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ജന്നത ഇദ്ദേഹം തന്റെ കൂട്ടുകാരനെ കൈപിടിച്ചുകൊണ്ട് തന്റെ തോട്ടത്തിലേക്ക് പ്രവേശിച്ചു. ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ തന്റെ ശരീരത്തോട് വിശ്വസിക്കാത്തതിന്റെ പേരിൽ അക്രമം കാണിച്ചിട്ടുണ്ട്. അങ്ങനെ അക്രമം കാണിച്ചുകൊണ്ട് തന്റെ തോട്ടത്തിലേക്ക് കയറിയിട്ട് പറഞ്ഞു, എന്നിട്ട് അയാൾ പറഞ്ഞു, കണ്ടില്ലേ ഇതൊരു സഹൃദമായ തോട്ടം, ഈ തോട്ടം ഒരിക്കലും നശിച്ചു പോകുമെന്ന് ഞാൻ ഭാവിക്കുന്നു പോലുമില്ല, ഇതൊരിക്കലും നശിച്ചു പോകില്ല. കണ്ടില്ലേ എത്ര സുന്ദരമാണ്. ഈത്തപ്പനകൾ ഈത്തപ്പഴം വേണമെങ്കിൽ അങ്ങനെയുണ്ട്, മറ്റുള്ള പഴങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുണ്ട്, പച്ചക്കറികളുടെ സർവ്വമുണ്ട്. അതുകൊണ്ട് ഇതൊരിക്കലും നശിച്ചു പോകുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഒരിക്കലും ഖിയാമത്ത് നാൾ സംഭവിക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഖിയാമത്ത് നാൾ നീ പറയുന്നുള്ളല്ലോ, ഖിയാമത്ത് നാൾ ഉണ്ടാകും, ഇതൊക്കെ ഇവിടെയുള്ള കുറച്ചു കാലത്തിനുള്ള സംഗതിയാണ്, ഇത് കഴിഞ്ഞാൽ ലോകം വരാനുണ്ട് എന്ന് നീ പറയുന്നില്ലേ. എനിക്കതിനൊന്നും വിശ്വാസമില്ല, എനിക്ക് അങ്ങനത്തെ അഭിപ്രായമില്ല. ഇനി സപ്പോസ് നീ പറയുന്നത് പോലെ തന്നെ ഖിയാമത്ത് നാൾ ഉണ്ടായി എന്നെ നിന്റെ റബ്ബിലേക്ക് മടക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ തോട്ടത്തെക്കാളും ഉന്നതമായ സ്ഥാനം എനിക്ക് അവിടെ കിട്ടും. കണ്ടു, ഇവിടെ തന്നെ എന്റെ റബ്ബിനെ എനിക്ക് വേണ്ട, എന്റെ റബ്ബിന് വേണ്ട. അതേസമയം എനിക്ക് എന്തെല്ലാം തന്നു, എന്റെ അമലുകളെ കൊണ്ട് അല്ലെങ്കിൽ എന്റെ കർമ്മങ്ങളെ കൊണ്ട് ഇവിടെ തന്നെ കുറെ കിട്ടിയില്ലേ, എന്റെ 4000 അങ്ങനെ പോയി കിട്ടിയില്ലേ. എന്നാൽ ഇതിനേക്കാളും സുന്ദരമായത് എനിക്ക് എന്റെ റബ്ബ് തരും എന്ന് പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ വീമ്പളക്കിയ സമയത്ത് ആ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞു, സ്വാഹിബു തന്റെ കൂട്ടുകാരൻ തന്നോട് പറഞ്ഞു, സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ നിന്നെ സൃഷ്ടിച്ചവനെ നിഷേധിക്കുകയാണോ? മണ്ണിൽ നിന്നാണ് എന്നെ സൃഷ്ടിച്ചത്. നമുക്കറിയാം, നമ്മൾ ഉണ്ടായിരുന്ന ഉപ്പയുടെ ബീജങ്ങളിൽ നിന്നാണ്, ഉപ്പമാരുടെ ബീജങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴല്ലേ ഉണ്ടാകുന്നത്. മണ്ണിലാണ് നിന്നാണ് ഈ ധാന്യങ്ങളും മറ്റുള്ള ഫലങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച റബ്ബിനെ നീ നിഷേധിക്കുന്നുണ്ടോ? പിന്നെ മണ്ണ് മാറിയിട്ട് നുതുഫത്തായി
കണ്ണിൽ നിന്ന് ആ വിടകൾ വന്നിട്ട് പിന്നീട് ഒരു ബീജമായി പിന്നീട് 6 മാസം 40 ദിവസം കഴിയുമ്പോൾ ഓപ്പറേഷൻ ചെയ്യപ്പെട്ട് ഇപ്പൊ നല്ലൊരു തണ്ടും തടിയുള്ള ഒരു മനുഷ്യനാക്കി നിന്നെ സൃഷ്ടിച്ച റബ്ബിനെ നീ നിഷേധിക്കുകയാണോ? അങ്ങനെ ചെയ്യാൻ പാടില്ലട്ടോ. നിന്നെ സൃഷ്ടിച്ച വന്ന വഴികൾ നീ മറന്നു പോകരുത്. എന്നിട്ട് പറഞ്ഞു ലാകിൻ അന. അവിടെ ശരിക്കും നമ്മൾ ഓർക്കുന്ന സമയം ശ്രദ്ധിക്കണം. ലാകിന്ന എന്ന് ഓതിപ്പോയ തെറ്റാണ് എന്ന് മഹാന്മാരാകുന്ന മുഫസ്സിറുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ലാകിൻ അന എന്നതാണ്, ഇത് ഷോർട്ട് ആക്കിയിട്ട് ലാകിന്ന എന്നതാണ്. അപ്പൊ അവിടെ അലിഫിന്റെ മേലെ ചെറിയൊരു കുഞ്ഞി വട്ടം ഉണ്ടാകും. അപ്പൊ ലാകിന്ന ഹുവല്ലാഹു റബ്ബി എന്ന് ഓതിയാൽ ഓർത്ത് തെറ്റാണെന്ന് പറഞ്ഞത്. ലാകിന്ന പക്ഷെ ഞാൻ കാര്യം അല്ലാഹു റബ്ബി, എന്റെ റബ്ബ് അല്ലാഹ്, എന്നെ ഇന്നൊക്കെ സൃഷ്ടിച്ച റബ്ബ് അല്ലാഹയാണ്. വലാ ഉശ്രികു ബിറബ്ബി അഹദ, എന്റെ റബ്ബിനെ ഞാൻ ഒന്നിനോടും പങ്കു ചേർക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു തൗഹീദിന്റെ വിശ്വാസം പ്രിയപ്പെട്ട കൂട്ടുകാരൻ തെറ്റിലേക്ക് പോകുമ്പോൾ ആ പ്രിയപ്പെട്ടവനോട് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുകയാണ് ഈ പ്രിയപ്പെട്ട സഹോദരികളെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഇതിൽ നിന്ന് വലിയ പാഠം നമുക്ക് നൽകുന്നത്, സമ്പത്ത് കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ആരോഗ്യം കൂടുന്ന സമയത്ത് അതൊക്കെ നമുക്ക് നിഷേധിക്കാൻ തോന്നിപ്പോകും. എന്ത് ചെയ്യാവുന്നതാണ്, ഇതൊക്കെ ഇസ്ലാം പറഞ്ഞ പോലെ ജീവിക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് വേണ്ടി ജീവിച്ചാൽ കഴിയോ? ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടല്ലേ. കണ്ട് എന്തൊരു സുഖമുണ്ട്, ഞാൻ ഇങ്ങനെ നിസ്കരിച്ചിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടും എനിക്ക് എന്റെ റബ്ബ് തരുന്നുണ്ട്. ഇതിനേക്കാളും സന്തോഷകരമായത് അവിടെ തരും. ആ പറഞ്ഞതൊക്കെ ഒക്കെപ്പാട് ഉൾക്കൊണ്ടില്ലെങ്കിലും റബ്ബിന്റെ അടുത്ത് കിട്ടും എന്നുള്ള ധാരണകൾ തെറ്റാണ് എന്ന് ഇമാമികൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇമാം റാസിദങ്ങൾ അടക്കമുള്ളവർ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരാധനകൾ ഇവിടെ ചെയ്യുന്ന ഏത് നന്മകൾക്കും ഈ ദുനിയാവിൽ കൂലി കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ കിട്ടുമായിരുന്നുവെങ്കിൽ ആ പ്രിയപ്പെട്ട സഹോദരൻ നീനെ കിട്ടാത്തത് കൊണ്ട് എത്രയാണ് പഴി കേൾക്കേണ്ടി വന്നത്. എന്നാലും അദ്ദേഹത്തിന്റെ വിശ്വാസത്തിനുള്ള പ്രവർത്തനത്തിനുള്ള ഫലം കിട്ടുന്നത് അത് ആഖിറത്തിലാണ്. നമ്മളും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഇടങ്ങേറി വന്നു, അപ്പുറത്ത് മറ്റു മതസ്ഥരായ ആളുകൾ എന്തൊരു സന്തോഷത്തോടെ ജീവിക്കുന്നത്. അവർക്ക് എവിടുന്നും വരെ പുറത്താക്കുന്നില്ല, ഏത് നാട്ടിൽ നിന്നും പുറത്തു പോകേണ്ട അവസ്ഥയില്ല. പക്ഷെ നമ്മളും അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കരുത്. ഇതല്ല ലോകം എന്നതാണ് ഈ സൂറത്തുൽ കഹ്ഫ്. നമ്മളൊക്കെ വലിയ ബഹുമാനത്തോടെ പാരായണം ചെയ്ത സൂറത്തുൽ കഹ്ഫ് നമ്മോട് ഓരോരുത്തരോടായി ഓരോ ആഴ്ചയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മഹാന്മാരാകുന്ന മുഫസ്സിറുകൾ പഠിപ്പിച്ചത് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ധാരാളം നന്മകൾ ചെയ്യുവാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. വെള്ളിയാഴ്ചയാണ്, സൂറത്തുൽ കഹ്ഫ് എല്ലാവരും പാരായണം ചെയ്യണം. അത് ഓതാൻ കഴിയാത്ത ആളുകൾ ഖുർആനിൽ അറിയുന്ന സൂറത്തുകൾ റിപ്പീറ്റ് ചെയ്തിട്ട് ഓതണം. ഖുർആനാണ് റമദാൻ മാസം പ്രത്യേകം സുന്നത്തുള്ളതാണ്. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധയിൽ വേണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ പുരോഗതിയും ബറകാത്തും ചെയ്യുമാറാകട്ടെ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ.